ഇതെന്തിനാണെന്നറിയോ സുഗന്ധി? വേണുഗോപൻ ഒരു പാഠമാകാനാ. കള്ളക്കടത്തിലും കച്ചവടത്തിലും വാക്ക് തെറ്റിക്കരുത്. അത് നിയമമാണ്, ഒരിക്കലും ലംഘിക്കരുതാത്ത നിയമം. ഇവിടെ തട്ടിക്കളയാം. ചത്തോ? ശ്വാസമുണ്ട്, അതിലെ കാര്യമില്ല. ഏതെങ്കിലും പട്ടി കടിച്ച് കയറിക്കോളും. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പോവാ. കേറങ്ങോട്ട്. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? എടുത്ത് മാറ്റാ. എന്തായി സിദ്ധാർത്ഥ, വല്ല വിവരവും? ഇല്ലടുത്തി, ഒരു വിവരം കിട്ടിയില്ല. സ്കൂളിൽ നിന്നാണോ മിസ്സായത്? സ്കൂൾ വിട്ട ശേഷം. എടുത്തി കുട്ടി തനിയെ പോയതല്ല, ആരോ മനഃപൂർവ്വം കിഡ്നാപ്പ് ചെയ്തതാ. മനഃപൂർവ്വം ഒളിപ്പിച്ചിരിക്കുന്നതുകൊണ്ടാ പോലീസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തത്. നോക്കാത്തതോ അന്വേഷിക്കാത്തോ ആയിട്ടുള്ള ഒരു സ്ഥലവും ഇല്ല. രാത്രി മുഴുവൻ അലഞ്ഞു. രാത്രി വരില്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ സിധുന്? പറ്റിയില്ല, അത് ചിന്തിച്ചില്ല എന്നുള്ളതാ സത്യം. മനസ്സേ വിഷമിക്കണ്ട, ഓർത്ത് കാണില്ല. ഓർക്കില്ല. ഞാൻ പറഞ്ഞില്ലേ ഗൗരിയച്ചോട്, പെങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭാര്യ. ഞാൻ കാത്തിരുന്ന് കണ്ണു കഴിക്കുന്നത് മാത്രം മിച്ചം. ചിന്തിക്കില്ല, വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് ഓർമ്മിക്കില്ല. രാത്രി മുഴുവൻ ഉറങ്ങാതെ കാത്തിരിക്കായിരുന്നു ഞാൻ. ഇപ്പൊ ഒരു എന്ന് വിചാരിച്ച്. മനഃപൂർവ്വം വരാത്തതല്ല, അലച്ചിലായിരുന്നു മനസ്സേ. പോലീസ് സ്റ്റേഷനില്, തെരുവില്, വീട്ടിലൊക്കെ ആയിട്ട്. ആയിക്കോട്ടെ, ഒന്ന് വിളിച്ചു പറഞ്ഞാ എനിക്ക് മനസ്സമാധാനം ആവില്ലേ? കുഞ്ഞിനെ തേടി നടക്കുന്നതിനിടയിൽ അങ്ങനെ ഒരു കാര്യം ആലോചിച്ചില്ല. അപ്പൊ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാ എന്റെ കാര്യം മറക്കുമല്ലേ? അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നിന്നെ മറക്കുന്ന ഒരാളല്ല ഞാൻ, അതറിയില്ലേ? അങ്ങനെ പറഞ്ഞ കാര്യം തീർന്നല്ലോ. വരാൻ താമസിച്ചപ്പോ വിളിച്ചു പറയാത്തത് തെറ്റ് തന്നെയാ. അതെ, തെറ്റാ. എന്റെ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. തിരിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ, വരാൻ വൈകി എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചതായിരുന്നെങ്കിലോ? ഫോൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാനെങ്കിലോ? ഭർത്താവ് ഫോൺ ചെയ്തില്ലെങ്കിൽ അയാൾക്ക് എന്താ സംഭവിച്ചെന്നറിയാൻ ഒന്ന് അങ്ങോട്ട് വിളിച്ചൂടെ? നിന്റെ കയ്യിലിരിക്കുന്ന ഒരു സെൽഫോൺ തന്നെയല്ലേ? എന്താ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്നൊന്ന് അന്വേഷിക്കാത്തത്? വീട്ടിൽ നിന്ന് പോകുന്നവർ ഇങ്ങോട്ടല്ലേ വിളിക്കേണ്ടത്? എന്നാരാ പറഞ്ഞേ? അത് പരസ്പരം വിശ്വാസവും സ്നേഹവും ഉണ്ടെങ്കിൽ ആർക്കും വിളിച്ചു ചോദിക്കാം. പക്ഷേ നീ അതല്ല ചെയ്തത്. വരുമോ നോക്കട്ടെ, വരില്ലെങ്കിൽ വിളിച്ചു പറയോ നോക്കട്ടെ. ഇതിനൊക്കെ വേണ്ടി കാത്തിരുന്നു, അതല്ലേ സത്യം? ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. കാത്തിരിക്കാനും ഓർത്തിരിക്കാനും ഒക്കെ ഒരാളുള്ളത് ഭാഗ്യമാണ്. എന്നുവെച്ച് ജീവിതം പരസ്പരം പരീക്ഷിക്കാനുള്ളതല്ല. സ്നേഹം അതിങ്ങനെ അളക്കാനുള്ളതുമല്ല. ഒരളവുമില്ലാതെ വാരിക്കോരി കൊടുക്കാനുള്ളതാ. ഒന്ന് കിടക്കണം, ശരീരത്തിനല്ല മനസ്സിനാ ക്ഷീണം.
ചേച്ചി എന്താ ചില കള്ളന്മാരെ നോക്കണ പോലെ എന്നെങ്ങനെ നോക്കുന്നേ? ഇതിലും വലിയൊരു കള്ളനുള്ള കായകുളം കുറ്റുണ്യ. അയാളെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അതിലും വലിയൊരു കള്ളനെ ഞാൻ ചെറുപ്പം മുതൽ കണ്ടോണ്ടിരിക്കുക. താടി നീട്ടി കാഷായി കൊടുത്ത ഒരു പെരും കള്ളനെ. ഇനിയിപ്പോ തുടങ്ങിക്കോ രണ്ടാളും കൂടെ. മുത്തശ്ശൻ വെറുതെ എന്നെ ചൊറിയാൻ വന്നിട്ടല്ലേ? വെറുതെ ഒന്നുമല്ല, നിന്റെ ഉള്ളിൽ കള്ളത്തരുണ്ടെന്ന് എനിക്കറിയാം. എന്തറിയാന്ന? ഞാൻ പറയാം. മൈനയെ തട്ടിക്കൊണ്ടുപോയത് ഇവനാ. ഇപ്പൊ ആ കൊച്ചിനെ കാണാനില്ലെന്ന് പറഞ്ഞില്ലേ, അത് കൊണ്ടുപോയത് ഇവൻ തന്നെയായിരിക്കും. ഹഴി എന്നും നാക്കത്ത് ഗുളികരിക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞോളൂ. ഈ കാരണം എന്നെങ്കിലും ഞാൻ അകത്ത് പോയാൽ അത് കൊലപാതകത്തിനായിരിക്കും. നോക്കിക്കോ, സ്വന്തം കൊച്ചുമോനെ തള്ളിപ്പറയുന്ന മുത്തശ്ശനെ കൊന്നാലേ കോടതി വരെ സന്തോഷിക്കും. അതവിടെ നിക്കട്ടെ. മുത്തശ്ശൻ പറഞ്ഞതില് എന്തേലും വാസ്തവമുണ്ടോ? ഇല്ല, പച്ചക്കള്ളോ. ആദ്യം നീ എന്റെ അടുത്ത് 1.5 ലക്ഷം രൂപ ചോദിച്ചു. പിന്നെ അത് വേണ്ടാന്ന് പറയാൻ എന്താ കാരണം? അതിന്റെ ആവശ്യം വന്നില്ല. വരില്ല. പെണ്ണിന് പകരം കുട്ടിയെ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോ കാശ് വേണ്ടാന്ന് അവര് പറഞ്ഞു. ചേച്ചി, ഈ മനുഷ്യനോട് മിണ്ടായിരിക്കാൻ പറഞ്ഞില്ലെങ്കിലേ ഞാൻ വല്ല കടുങ്കയും ചെയ്തു. അർജുന, ഇത്ര എന്തെങ്കിലും കാര്യങ്ങളിൽ പങ്കുണ്ടെങ്കിൽ അത് നിർത്തിയേക്കണം. ഇനി കൂലിത്തല്ലും പലിശ പണിയൊന്നും നമുക്ക് വേണ്ട. അതൊക്കെ നിർത്തണമെങ്കിൽ ഇവൻ മരിക്കണം. അതൊന്നുമല്ല, മാറണം. മാറിയേ തീരൂ. നിനക്ക് വേണ്ടി നല്ലൊരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് ഞാൻ. നിന്ന് കിളിക്കുന്ന എന്തിനാ? ഒന്നുമില്ല, 10ാം ക്ലാസ് തോറ്റവന് കിട്ടാവുന്ന ജോലിയെ കുറിച്ച് ഓർത്ത് ചിരിച്ചു പോയതാ. എന്തൊരു കഷ്ടം അത്. എനിക്ക് മജിസ്ട്രേറ്റ് ഉദ്യോഗം ഒന്നും വേണ്ട. എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിലേ മുത്തശ്ശ കല്യാണം ആലോചിക്കാൻ പറ്റൂ. ആദ്യം പോലീസ് കേസൊക്കെ തീരട്ടെ, അതല്ലേ നല്ലത്. ഇപ്പൊ പറഞ്ഞത് കാര്യമായിട്ടാ. എല്ലാം അവസാനിപ്പിച്ചാലും പോലീസുകാരനൊരു കണ്ണുണ്ട്, ഇല്ലേ? അത് മാറണം മോനെ. മാറിയാലേ കുടുംബജീവിതം ഉണ്ടാവൂ. സാർ, കോട്ടയം ഇന്റർനാഷണലിൽ നിന്നാണ് എനിക്ക് കോൾ വന്നത്. അല്ലാതെ പേഴ്സണൽ ഫോണിൽ നിന്നല്ല. അല്ല സാർ, ഞാൻ ഡയറക്ടർ നോക്കി. അത് കോട്ടയം ഇന്റർനാഷണൽ നമ്പർ തന്നെയാ. ആരാണ് സംസാരിച്ചത്? ഒരു സ്വാമി എന്ന് മാത്രം പേര് പറഞ്ഞു. മറ്റെന്തെങ്കിലും? ഒന്നുമില്ല സാർ. എന്തായിരുന്നു പറഞ്ഞത്? കുട്ടി കൈവശമുണ്ട്, തിരിച്ചു കിട്ടണമെങ്കിൽ 1 കോടി രൂപ തരണമെന്ന് പറഞ്ഞു. എന്ത് മറുപടി പറഞ്ഞു? കൊടുക്കാന്ന് പറഞ്ഞു സാർ. എന്നാലല്ലേ അവരിവിടുന്ന് പോവാതിരിക്കൂ. ഓക്കെ. കുട്ടി ഇപ്പോ ഈ ഹോട്ടലിൽ തന്നെ ഉണ്ടല്ലേ? എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല സാർ. പണം തന്ന കുട്ടി എത്തിച്ചിരുന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതത്ര വിശ്വസിക്കാവുന്ന കോൾ അല്ലല്ലോ വേണുഗോപ. എങ്കിൽ ഞാൻ ആ തന്ന നമ്പറിലേക്ക് സാറിന് വിളിച്ചു നോക്കി. അത് വേണ്ട. അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായ ചിലപ്പോ അവർ രക്ഷപ്പെട്ടേക്കും. ഇതൊരു ചെറിയ കേസ് അല്ല വേണു. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഞാനിപ്പോ എന്താ വേണ്ട സാർ? ഒന്നും ചെയ്യണ്ട. ഇനി വിളിച്ചാൽ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് മാക്സിമം സമയം നീട്ടി ചോദിക്കുക. കുഞ്ഞിനെന്തെങ്കിലും ആപത്തുണ്ടാവോ സാർ? ഏയ്, പണം കൊടുക്കാൻ ഏറ്റ സ്ഥിതിക്ക് അവര് കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല. എന്റെ അച്ഛൻ നിരപരാധിയാണ് സാർ. അതുപോലെ ഗീതുവും. അവരെ ഇനിയെങ്കിലും പുറത്തുവിട്ടൂടെ? അച്ഛനെ പുറത്തിറക്കാൻ വേണ്ടി കഥ മെനഞ്ഞതാണോ? അല്ല സാർ, അന്വേഷിച്ചാൽ സാറിനത് ബോധ്യപ്പെടും. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. അച്ഛന്റെ കാര്യം? അതാണ് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞത്. സാർ, കുട്ടിക്ക് ആപത്തൊന്നും വരാതെ നോക്കണം. അതിന് കുട്ടി എവിടെ ഉണ്ടെന്ന് അവര് പറഞ്ഞില്ലല്ലോ. അന്വേഷിക്കട്ടെ. എന്താ മോളെ കരയുന്നേ? അമ്മ എവിടെയാ? മോക്ക് വീടുണ്ടോ? എവിടെയാ? സർ, ഗോപിക്ക് എന്ന 6 വയസ്സുകാരിയാണ് മിസ്സിംഗ് ആയത്. എന്റെ സ്റ്റേഷൻ അതിർത്തി തന്നെ ഇത് 3ാമത്തെ കുട്ടിയാ. ഈ കുട്ടികളെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് യാതൊരു വിവരവും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിശയം. അതിശയമല്ല നന്ദകുമാർ, ഇത് നമ്മൾ പ്രതീക്ഷിക്കണം. അന്യ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന ഈ കച്ചവടം മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്.
ഈ ബാലവേലയ്ക്ക് കടിഞ്ഞാണിടുന്നതിന് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും ഇഷ്ടം പോലെ 10-12 വയസ്സായ കുട്ടികൾ കേരളത്തിലേക്ക് കടത്തപ്പെടുന്നുണ്ടായിരുന്നു. അവരെ നമ്മുടെ നാട്ടിലെ സമ്പന്നർ വാങ്ങിച്ച് വേലയ്ക്ക് നിർത്തിയിട്ടുണ്ട്. സമാനമായ സംഭവം കേരളത്തിൽ നിന്നും പുറത്തേക്ക് ഉണ്ടായിക്കൂടെ? ഇതൊക്കെ കൃത്യമായ പ്ലാനിങ്ങിലായതുകൊണ്ടാണ് ഒന്നും പിടിക്കപ്പെടാത്തത്. താൻ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. 2-3 വയസ്സുള്ള കുട്ടികൾ വരെ മിസ്സിംഗ് ആവുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രസക്തം. ഇവിടെ നിന്ന് എന്തായാലും എയർ വഴി കുട്ടികളെ കടത്തിക്കൊണ്ട് പോവില്ല. അതിന് പാസ്പോർട്ടും വിസയൊക്കെ വേണമല്ലോ. റോഡ് വഴി അല്ലെങ്കിൽ റെയിൽ വഴി. റെയിൽവേ വിട്ടേക്കൂ. സമൂഹത്തോടെ അല്ലാതെ കൊണ്ടുപോകുന്ന കുട്ടികളെ ട്രെയിനിൽ കയറ്റില്ല. റോഡ് വഴി സ്വകാര്യ വാഹനത്തിലായിരിക്കും കൊണ്ടുപോകുന്നത്. അതിന് ഇവിടെ നിന്നും ശക്തമായ സപ്പോർട്ടുകൾ ഉണ്ടാവും. അത്തരം ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് അരവിന്ദാക്ഷനെ ഗീതുവിനെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ അവരല്ല അത് ചെയ്തത്. അതിനുള്ള ബാക്ക്ഗ്രൗണ്ടും അവർക്കില്ല. അറസ്റ്റ് ചെയ്ത് ഒരുപാട് ദിവസം ലോക്കപ്പിൽ സൂക്ഷിക്കാൻ പറ്റില്ല. അവരല്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ജാമ്യം കൊടുത്ത് വിട്. പിന്നെ ഒരു സൂചന കിട്ടിയിരിക്കുന്നത് ഒരു സ്വാമി എന്ന് വിളിക്കുന്ന സ്വാമിനാഥനെ കുറിച്ചാണ്. ഈ അരവിന്ദാക്ഷന്റെ മകൻ, അതായത് തട്ടിക്കൊണ്ടുപോകപ്പെട്ട കുട്ടിയുടെ പിതാവ് വേണുഗോപനാണ് ഇൻഫോമർ. അയാളെ സ്വാമിനാഥൻ ഫോണിൽ വിളിച്ചിരുന്നു. കുട്ടിയെ വിട്ടുകിട്ടാൻ 1 കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് അറിയുന്നത്. പൂർണ്ണമായും അത് മുഖവിലേക്ക് എടുക്കണ്ട സർ. അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കളവാകാനും മതി. പറയാൻ പറ്റില്ല നന്ദകുമാർ. ചിലപ്പോ സത്യമാണെങ്കിലോ? എവിടെയാണ് ഹോൾട്ട് ചെയ്തിരിക്കുന്നത്? ഹോട്ടൽ ഇന്റർനാഷണൽ. ഒന്ന് അന്വേഷിക്കൂ ഉടനെ. സർ. ഇൻഫർമേഷൻ സത്യമാണെങ്കിൽ ഈ വേണുഗോപനെ വെച്ച് നമുക്കൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാം. സർ. ഞങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നു. മിസ്സിസ് സഹദേവന് തെറ്റി. എന്നെ സീതാലക്ഷ്മിന്ന് വിളിച്ചാ മതി. ശരി, സീതാലക്ഷ്മി ചിന്തിക്കുന്ന തെറ്റാണ്. ഞങ്ങളെല്ലാവരും നിയമം പാലിക്കുന്നവർ മാത്രമാണ്. അരവിന്ദാക്ഷനെതിരെ വ്യക്തവും കൃത്യവുമായ തെളിവ് നൽകിയത് അയാളുടെ ഭാര്യ തന്നെ. അത്രയ്ക്ക് സ്പഷ്ടമായ ഒരാൾ മൊഴി നൽകിയ കേസിൽ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം അനുവദിച്ചാൽ നാളെ അത് കോടതിയിൽ ചോദ്യം ചെയ്യാം. പ്രതിയെ സഹായിച്ചു, ജാമ്യത്തിലിറങ്ങിയ പ്രതി തെളിവ് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവർ കറുത്ത കോട്ടിട്ട് വാദിക്കും. ചുരുക്കത്തിൽ എന്റെ തൊപ്പി തെറിക്കും. അളിയാ, ഇതോടെ തീർന്നു എന്നാ ഞാൻ വിചാരിച്ചത്. ജാമ്യം കിട്ടിയല്ലേ? കിട്ടിയളിയാ. എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ടളിയാ. നിന്നെ ഉപദ്രവിച്ചോ അവരെ? പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടുവരുന്നവരെ മുഴുവൻ ടോർച്ചർ ചെയ്യാറില്ല സീതാലക്ഷ്മി. അതൊക്കെ നിങ്ങളുടെ തെറ്റായ ധാരണയാ. എന്നുവെച്ച് അടി കൊടുക്കാറില്ലെന്നല്ല. ചില കുറ്റവാളികളെ കണ്ടാൽ തന്നെ പോലീസിന് അറിയാം. ഇപ്പതേ ഇയാളൊരു ചെറിയ കള്ളൻ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്നിട്ട് ഏട്ടനെ തല്ലിയോ? ഒരടിക്കുള്ള വകയൊക്കെ കയ്യിലുണ്ട്. എന്നിട്ടും തല്ലൊന്നും കൊടുത്തില്ല. അപ്പോ ജാമ്യത്തിന് തടസ്സമൊന്നുമില്ലല്ലോ? തൽക്കാലം ഇല്ല. കേസിൽ ഉൾപ്പെട്ടത് മറ്റു ചിലരാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. എന്നുവെച്ച് പൂർണ്ണമായും നിങ്ങളല്ല കുറ്റം ചെയ്തെന്ന് പോലീസിന് ബോധ്യപ്പെട്ടിട്ടില്ല. സോ ഒരു കാരണവശാലും സ്റ്റേഷന്റെ പരിധി വിട്ട് പുറത്തു പോകരുത്. ഇടിക്കും ഉറപ്പായ ഞാൻ കുറ്റം സമ്മതിച്ചേനെ. അറിയാ രവന്തക്ഷ, തന്നെ പോലുള്ളവർ പോലീസിൽ കുറ്റം സമ്മതിക്കും. എന്നിട്ട് കോടതി ചെല്ലുമ്പോ നിഷേധിക്കും. അവസാനം പണി നമുക്ക് കിട്ടും. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് വല്ല സൂചനയുണ്ടോ സാർ? ഹോട്ടൽ ഇന്റർനാഷണൽ കേന്ദ്രീകരിച്ച് ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട്. മോളിനി അങ്കിളിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ? അവിടെ പ്രശ്നമാണെങ്കിൽ പോണ്ട. പോവാതിരുന്ന എങ്ങനാ സീതാലക്ഷ്മി? വേണുഗോപാലല്ലേ ഇപ്പോഴത്തെ അവളെ കൊച്ചിന്റെ അച്ഛൻ. അപ്പൊ മുമ്പ് വേറെ അച്ഛനുണ്ടായിരുന്നോ? ഏട്ടൻ എന്താ ഈ പറയുന്നേ? ഒരു കാര്യം കൃത്യമായിട്ട് പറയാൻ സഹദേവൻ അറിയില്ല. മോള് പറ, അങ്ങോട്ട് പോണോ അതോ അമ്മയുടെ കൂടെ വരുന്നോ? വിവാഹം കഴിഞ്ഞില്ലെങ്കിലും ഞാൻ ആ വീട്ടിലെ ഒരു അംഗമായില്ലേ അമ്മേ. എന്നേക്കാൾ ഞാൻ ആ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യം എന്റെ കുഞ്ഞിനാ. അച്ഛാ, ഞാൻ ജാമ്യം എടുക്കാൻ വന്നായിരുന്നു. വക്കീലിനെ കണ്ടപ്പോഴേ മനസ്സിലായടാ. ഇനിയിപ്പോ വേണ്ടടാ, ഞങ്ങൾ ഇറങ്ങി. ഞാൻ വക്കീലിനെയും കൊണ്ട് വന്നു മോനെ. രണ്ടുപേരെ ഇറക്കി. ഇനി പേടിക്കാനൊന്നുമില്ല. സോറി വക്കീലേ, ഞാൻ അറിഞ്ഞില്ല. സോൾറൈറ്റ്, എന്നെ തിരിച്ച് ഓഫീസിൽ വിട്ടാ മതി. നമുക്ക് പോവച്ചാ. വാ മോളെ. അല്ല,
ഇത്രയും പ്രശ്നം ഉണ്ടായ സ്ഥിതിക്ക് ഗീതു ഇങ്ങോട്ട് വരണം. വരണം. ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലേ താമസിക്കൂ. മോനെ, ഒരാവശ്യം വരുമ്പോ കണ്ടോ ഓടി വരും ഞങ്ങള്. ഒറ്റ മോള ഞങ്ങൾക്ക്. ഇവക്ക് വേണ്ടി എന്തും ചെയ്യും ഞങ്ങള്. അതുകൊണ്ടാണല്ലോ വേണുവിന്റെ മോക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ കല്യാണത്തിന് സമ്മതിച്ച ഞങ്ങള് അല്ലേ ഓടി. മോൻ അംബികയെ ഒഴിവാക്കി വിട്. നാളെ വേണമെങ്കിൽ ആർഭാടമായിട്ട് കല്യാണം നടത്തി തരാം. ആർഭാടത്തിലൊന്നും അല്ലെങ്കിലും ഇത് നമ്മൾ നടത്തും ലക്ഷ്മി. നീ ധൈര്യമായിട്ടിരിക്കേ. മോള് വാ. ഇതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം അല്ലേ സഹദേവ? പിന്നെ നടത്തിയില്ലെങ്കിൽ മാനം പോവില്ലേ? അതെന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല, ഇയാള് ചുമ്മാ വട്ട് പറയുന്നതാ. എന്നാ ഇറങ്ങിയാലോ? മൈനെ അന്വേഷിച്ച് അർജുനൻ നാട് മുഴുവൻ നടക്കുന്നുണ്ട്. ഇങ്ങനൊരു സ്ഥലത്താണെന്ന് അറിഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ തന്നെയാണ് മൈനെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് അവനറിയാം. കറങ്ങി തിരിഞ്ഞ് ഇവിടെയൊക്കെ എത്തിയാലും മൈനെ പുറത്തേക്കൊന്നും ഇറങ്ങാതിരുന്നാ മതി. ഇവിടെ എങ്ങും ആരും വരില്ല സാറേ. ഇക്കാലത്തിനിടയ്ക്ക് ആകെ വന്നത് ആ പയ്യനാ. ഗ്യാസ് സ്റ്റൗ നന്നാക്കാൻ വന്നില്ലേ? എന്താ മോളെ അവന്റെ പേര്? ഞാൻ ചോദിച്ചില്ല. ഞാനും ചോദിച്ചില്ല. ആരാ വന്നത്? ഞാൻ ആശുപത്രി വെച്ചൊരു പയ്യനെ കണ്ടു എന്ന് പറഞ്ഞല്ലോ. അത്ഭുതം അതല്ല, അവൻ തന്നെ ഗ്യാസ് സ്റ്റൗ നന്നാക്കാനും വന്നു. വന്നത് ആരാണെന്ന് മൈനക്കറിയില്ലേ? ലോനപ്പനില്ലായിരുന്നു ഇവിടെ. അയാള് പുറത്തിറങ്ങിയപ്പോഴാ വന്നത്. അവനൊരു പാവം പയ്യനാ സാറേ, കുഴപ്പക്കാരനൊന്നുമല്ല. ആണ്, അവനാണ് എല്ലാ കുഴപ്പത്തിനും കാരണം. ഇനി വന്നാൽ ഇവിടെ കയറ്റരുത്. ആ, സാറിന് ഇഷ്ടമില്ലാത്ത ആരും ഇവിടെ കേട്ടില്ല. അമ്മണിയമ്മയല്ല, മൈനെ എനിക്ക് ഉറപ്പ് തരേണ്ടത്. ഞാൻ പറഞ്ഞിട്ടല്ല ഇവിടെ വന്നത്. പറഞ്ഞിട്ടാണെങ്കിലും അല്ലെങ്കിലും അവൻ ഇവിടെ വരുന്നത് ആപത്താണ്. അത് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നത് മൈനയ്ക്കാണ്. നിന്റെ ജീവിതം പോലെ തന്നെയാണ് എനിക്ക് മാനസയുടെ ജീവിതവും. രണ്ടും നശിച്ചു പോകരുത്. എന്താ സാറേ, എനിക്കൊന്നും മനസ്സിലായില്ല. അവൻ ഇവിടെ വരാൻ പാടില്ലാത്തവനാണ് അമ്മണിയമ്മേ. തൽക്കാലം അത്ര അറിഞ്ഞാൽ മതി. ആ അമ്മണിയമ്മ എനിക്കൊരു ചായ എടുത്തേ. ആ, നിക്കേ. സിദ്ധാർത്ഥൻ എന്തിനാ ഇവിടെ വന്നത്? പഴയതുപോലെ ഇപ്പോഴും നിങ്ങൾ തമ്മിലുള്ള ബന്ധം തുടരുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല ഏട്ടാ, സത്യം. പിന്നെ എന്തിനാ അവനിവിടെ വന്നത്? എന്നെ ഫോളോ ചെയ്ത് കണ്ടുപിടിച്ചത് അവനീ വീട്. അത്രയ്ക്ക് താല്പര്യം എന്താ ഇപ്പോഴും അവന് നിന്നോട്? എനിക്കറിയില്ല ഏട്ടാ, ഞാൻ സേഫ് ആയ ഒരു സ്ഥലത്താണോ എന്ന് അറിയാൻ വേണ്ടി മാത്രം വന്നതാണെന്നാ പറഞ്ഞേ. ഇനി ഇത്തരം കൂടിക്കാഴ്ചകൾ ഉണ്ടാവരുത്. അത് നീയാണ് അവനോട് പറയേണ്ടത്. ഞാൻ പറഞ്ഞ എന്റെ സ്വരം മാറും, രീതി മാറും. അത് വേണോ? ഞാൻ പറഞ്ഞു ഏട്ടാ, ഇനി തമ്മിൽ കാണരുതെന്ന് ഞാൻ പറഞ്ഞു. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് മാത്രം എനിക്കറിയില്ല. എന്റെ സ്വസ്ഥത നശിപ്പിക്കരുത്. അത്രയെങ്കിലും ഉപകാരം ചെയ്യണം. ഇല്ല ഏട്ടാ, ഞാനായിട്ട് ഏട്ടനെ ബുദ്ധിമുട്ടിക്കില്ല. സിദ്ധുവേട്ടനെ എന്നെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞു. ഇനി വന്നാ കാണാൻ കൂട്ടാക്കാതെ ഇറക്കി വിട്ടോളാം ഞാൻ. ഇന്ന് കളക്ഷൻ മോശമായിരുന്നു അല്ലേ അഞ്ജു? നിന്നെ കണ്ട ആരും പിച്ച തരില്ല. പിച്ചക്കാര് പിച്ചക്കാരെ പോലെ നടക്കണം. മമ്മൂട്ടിയാവാൻ നോക്കരുത്. ഊണും ഉറക്കവും പിന്നെ കിട്ടണ ആശിന് സിനിമ ആണല്ലോ. പിന്നെ എങ്ങനെ നന്നാവും? തെണ്ടിപ്പറക്കി വല്ലതും ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. മഞ്ജു നോക്കിക്കോ, ഞാൻ ഈ ടൗണിൽ 1 സെന്റ് സ്ഥലം വാങ്ങിക്കും. എന്നിട്ട് അതിൽ 2 മുറിയുള്ള വീടും വെക്കും. കിടക്കാൻ ഫാനും വാങ്ങിക്കും. വല്ല നടക്കണ കാര്യം പറ. ഈ പെങ്കൊച്ചിന്ന് ഉച്ച മുതൽ നമ്മൾ പിറകെ നടക്കുന്ന എന്ത് വെച്ചിട്ടൊന്നും പറയുന്നില്ല. മോളെ ഏതാ? ഏതാടി നീ? എടി പൊടിന്നൊന്നും വിളിക്കണ്ട, അതൊരു പാവം കുട്ടിയാ. ഇതിനെ ഒന്നും കൂടെ കൂട്ടല്. അവസാനം ആരെങ്കിലും അന്വേഷിച്ചു വന്നാലേ നമ്മള് പിച്ചക്കാര് പിടിച്ചോണ്ട് പോയെന്ന് പറയും. പോലീസിന്റെ ഇടികൊള്ളാനൊന്നും എനിക്ക് വയ്യ. ഇതെന്തിനാ ഈ കൊച്ചിനെ പേടിപ്പിക്കുന്നത്? ഇത് നിങ്ങളുടെ കുഞ്ഞല്ലേ? അല്ല, ഇന്ന് കൂടെ കൂടിയതാ. ഓടിച്ച് വിട്ടിട്ടും പോകുന്നില്ല. നല്ലൊരു മോള്. ഇതെവിടുന്നാ? കരയണ്ട, എന്റെ കൂടെ വാ.
നിന്റെ തള്ള ഇവിടെ ഉണ്ടോ അതോ എന്നെ പേടിച്ച് കെട്ടിപ്പറകി പോയോടാ? അമ്മയ്ക്ക് ദേവന്തമ്പരനെ പോലും പേടിയില്ല, പിന്നില്ല അച്ഛനെ. എന്റെ കൺമുൻപിൽ കണ്ട കരണക്കുറ്റി കെട്ട് കൊടുക്കും ഞാൻ 2 ഇറക്കി വിട്ടോ? എന്റെ കുഞ്ഞ് എവിടെയാണെന്ന് പറഞ്ഞപ്പോഴാണോ ഇറക്കി വിട്ടത്? മോളെ, നീ എന്നെ വിശ്വസിക്കണം. ആ ഒരുമ്പട്ടോളുടെ വാക്ക് കേട്ട് നീ ഇങ്ങനെ പറയരുത്. ഞാനും ഇവളും നിരപരാധികളാണെന്ന് പോലീസിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇറക്കി വിട്ടത്. നേരെ അംബികെ, ഞങ്ങളെ വെറുതെ സംശയിച്ചതാ. വേറെ ആരും ആണ് കുട്ടിയെ കൊണ്ടുപോയത്. സംശയം ഉണ്ടെങ്കിൽ വേണുവിനോട് ചോദിച്ചു നോക്കിയേ. ഇവരെല്ലാം അംബികെ, നമുക്ക് പരിചയമില്ലാത്ത മറ്റാരുടെ കയ്യിലാണ് കുട്ടി. അപ്പോ എന്റെ കുട്ടി എനിക്ക് നഷ്ടപ്പെട്ടു അല്ലേ? ഇനി ഒരിക്കലും എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടില്ല അല്ലേ? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മോളെ തിരിച്ചു കിട്ടേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യമാണ്. കിട്ടിയിട്ട് വേണം എനിക്ക് സാവിത്രി ഒന്ന് കാണാൻ. എന്നെ പോലീസിൽ പിടിപ്പിച്ചതിന് ഞാൻ അവളെ കൊണ്ട് എണ്ണി കണക്ക് പറയിപ്പിക്കും. നടക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്താ നടക്കാത്തത്? നീ കണ്ടോ, ഇനിയാ അവളെന്റെ ശരിയായ മുഖം കാണാൻ പോകുന്നത്. വേണുഗോപൻ തന്ന ഇൻഫർമേഷൻ സത്യമായിരുന്നു സർ. പക്ഷേ പോലീസിന് വിവരം കിട്ടിയത് ഈ സ്വാമിനാഥൻ നേരത്തെ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ രക്ഷപ്പെടില്ലായിരുന്നു. അയാളുടെ സെൽഫോൺ നമ്പർ അല്ലാതെ മറ്റൊന്നും തെളിവായി നമുക്ക് കിട്ടിയിട്ടില്ലല്ലേ? ഇല്ല സർ. എന്തായാലും കുട്ടി അയാൾ ഇവിടുന്ന് കടത്തിയിട്ടില്ല. അയാൾക്കൊപ്പം അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നില്ല. അപ്പോ കുട്ടി ഇവിടെ തന്നെ ആരുടെയോ കസ്റ്റഡിയിലുണ്ട്. എനിക്ക് തോന്നുന്നത് കുട്ടി ഈ നഗരത്തിൽ തന്നെ ഉണ്ടെന്നാണ്. റൂറൽ ഏരിയകളിൽ നമ്മൾ പോയി നോക്കിയിട്ടില്ല. പോകാൻ പോലീസുകാർക്ക് ഭയമാണ് സർ. എല്ലാം സെൻസിറ്റീവ് ഏരിയകളാണ്. ആ ഏരിയകളുടെ ഒരു ലിസ്റ്റ് എടുക്കുക. അവിടെയൊക്കെ നമുക്ക് സ്പൈ വർക്കിന് ആളുകളുണ്ട്. ഒന്ന് ശ്രമിക്കേ സർ. അയ്യോ, കള്ളം കേറിയേ, കള്ളം കേറിയേ, അയ്യോ കള്ളം കേറിയേ, അയ്യോ അയ്യോ, ഇവിടുത്തെ എല്ലാം എടുത്തോണ്ട് പോയിരിക്കുന്നേ. കള്ളം കേറി വീട്ടില്. അയ്യോ കള്ളം കേറി. അയ്യോ ഓടിവായോ, ഈ വീട്ടിൽ കള്ളം കേറിയെന്ന് ഒന്നും കാണാനില്ല. ഇവിടെ കള്ളം കേറിയെന്ന് ഇവിടെ ഒന്നും കാണാനില്ലെന്നേ. അയ്യോ, എന്താ അങ്കിളെ? എല്ലാം പോയിടി മോളെ. കള്ളം കയറി അങ്ങളുടെ സകലതും കൊണ്ടുപോയി. നോക്കിക്കേ, മുദ്രപത്രവും ആധാരവും പ്രോമിസറി നോട്ടും ചെക്കും എല്ലാം പോയി, എല്ലാം പോയി. കണ്ടോ? ഞാൻ ഇനി പണയത്തിന് കാശ് വാങ്ങിച്ചവരോടൊക്കെ എന്ത് സമാധാനം പറയും? അയ്യോ, ഇത് നോക്കേ, ഇത് സ്റ്റാമ്പ് പേപ്പർ അല്ലേ? അയ്യോ, ഇതൊന്നും അല്ല, അല്ല ഇതൊന്നും അല്ല. എന്റെ എല്ലാം പോയേ. അയ്യോ, എന്താ? അയ്യോ എടാ മോനെ, അച്ഛന്റെ മുറി കള്ളം കയറിയടാ. കേറിയത് കള്ളനൊന്നുമല്ല, അമ്മയെ കയറിയത്. എന്തിനാ? അവളാണ് ഇതെല്ലാം എടുത്തോണ്ട് പോയത്. കൊണ്ടുപോയത് നാട്ടുകാരച്ഛാ. അച്ഛൻ പലിശയ്ക്ക് കൊടുത്തവർക്കെല്ലാം ആധാരവും മുദ്രപത്രവും അമ്മ തിരിച്ചു കൊടുത്തു. എന്താ? അച്ഛൻ ആധാരവും മുദ്രപത്രവും ചെക്കൊക്കെ വാങ്ങിച്ചിട്ടേ അന്യായ പലിശയ്ക്ക് പലർക്കും പണം കടം കൊടുത്തിരുന്നില്ലേ? അവരെല്ലാം വിളിച്ചു വരുത്തി അമ്മ ഡോക്യുമെന്റ്സ് എല്ലാം തിരിച്ചു കൊടുത്തു. അപ്പൊ എന്റെ കാശോ? അത് പോയി. പിന്നെ എന്തെങ്കിലും കിട്ടിയാ കിട്ടി. നീ കുറച്ച് വെള്ളെടുത്തേ. അച്ഛാ, 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 ബോധം പോയായിരുന്നോ അതോ അറ്റാക്കായിരുന്നോ? രണ്ടും കൂടിയാടാ. അയ്യോ, എന്റെ കാശ് എവിടാടാ? നിന്റെ തള്ള ഇന്നവളെ കൊല്ലും, കൊന്നിട്ട് ബാക്കിയുള്ളൂ.
ഇങ്ങനെ അലർന്ന എന്തിനാ? സാവകാശം ചോദിച്ചാ പോരെ? ഞാൻ എന്നോട് കടം വാങ്ങിച്ച കുറെ ആധാരവും മറ്റു രേഖകളും ഒക്കെ അലമാരി സൂക്ഷിച്ചു വെച്ചിരുന്നു. ഭവതി അത് എന്ത് ചെയ്തോ ആവോ? ഒക്കെ അത്താഴ പ്രശ്നിക്കാര് പാവങ്ങളുടെ അല്ലായിരുന്നോ? മുതലും കൂടുതൽ പലിശയും തന്നവരുടെ ആധാരമൊക്കെ ഞാൻ അങ്ങ് തിരിച്ചു കൊടുത്തു. അഹങ്കാരി. കാണിച്ചത് അഹങ്കാരം തന്നെയാ. അതിനൊരടി എനിക്ക് കിട്ടേണ്ടതാ. ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. എനിക്ക് ഒരു വിഷമവുമില്ല. കാരണം ഞാൻ കാണിച്ച ഈ അഹങ്കാരത്തിന് പിന്നിൽ ഈശ്വരന്റെ കാരുണ്യമുണ്ട്. കുറെ ഉണ്ടാക്കിയിട്ടില്ലേ അരവിന്ദേട്ടാ? ഇനി വേണ്ട, ആ പാവങ്ങൾ ജീവിച്ചോട്ടെ. പാവങ്ങളോ? തെണ്ടികള്. എന്റെ കാശ് തന്നില്ല, കൊല്ലും ഞാൻ എല്ലാത്തിനും. അതിനു മുമ്പ് മര്യാദക്ക് നീ കൊടുത്ത ആധാരങ്ങളെല്ലാം തിരിച്ചു വാങ്ങി തന്നോണം. ഇല്ലെങ്കിൽ നീ ആയിരിക്കും ആദ്യം എന്റെ കൈകൊണ്ട് മരിക്കുക. കൊല്ലാൻ ഇപ്പൊ ആർക്കാ സാധിക്കാത്തത്? ഉറങ്ങിക്കിടക്കുമ്പോ ചുമ്മാ ഒരു കൊച്ചുപിച്ചാത്തി എടുത്തു കഴുത്തിനൊരു ബലി വലിച്ചാ പോരെ? പിന്നെ നിങ്ങൾക്ക് കൊല്ലാൻ വേണ്ടി നിന്ന് തരികയല്ലേ ഞാൻ? കൊല്ലും. എന്റെ കാശെങ്കാനും തിരിച്ചു കിട്ടാതെ വന്നാ ഉറപ്പായിട്ട് കൊല്ലും നിന്നെ. ഏത് കാശ്? പലിശയും പലിശയുടെ പലിശയായിട്ട് കൊടുത്ത കാശിന്റെ 3-4 ഇരട്ടി വാങ്ങിച്ചു കഴിഞ്ഞ നിങ്ങൾക്ക് ഇനി ആ പാവങ്ങൾ എന്താ തരാനുള്ളത്? അത്യാവശ്യക്കാർ വന്ന് കരയുമ്പോഴാടി ഞാൻ കാശ് എണ്ണി കൊടുക്കുന്നത്. പ്രസവത്തിനും പുലകുഴിക്കും പെണ്ണുകെട്ടിനും ഉൾപ്പെടെ 16 അടിയന്തരത്തിന് വരെ പുളിങ്കുരു പോലെ കാശെണ്ണി കൊടുത്തിട്ടാണ് ഞാൻ അവരെ സഹായിക്കുന്നത്. അതാ തെണ്ടികൾ എന്താ മനസ്സിലാക്കാത്തെ? ആരാ അരവിന്ദേട്ടാ തെണ്ടികള്? 3 നേരം നിറച്ചുണ്ണാൻ കഴിയാത്തവര് തെണ്ടികളാണെങ്കിൽ 10-25 വർഷം മുമ്പ് അത്തരം ഒരു തികഞ്ഞ തെണ്ടിയായിരുന്നു അരവിന്ദേട്ട. ഇനി തുടരു തന്നെ. ഒരു തവണ തല്ലിയത് ഞാനങ്ങ് കൊണ്ടു. ഇനി അത് ആവർത്തിച്ച നീ എന്ത് ചെയ്യൂടി? തിരിച്ചു തല്ലില്ല, അത് എന്റെ മര്യാദ. പക്ഷെ ചില കണക്കുകൾ ഞാൻ ചോദിക്കും. കല്യാണം കഴിഞ്ഞ കാലത്ത് കാലണയ്ക്ക് വകയില്ലാതെ കച്ചവടം പൊട്ടി വീട്ടിൽ കയറിയിരുന്ന അരവിന്ദേട്ടന് കടം കൊടുത്തവര് വന്ന് കഴുത്തിന് പിടിക്കുമെന്ന് ഉറപ്പായപ്പോ കെട്ടുതാലി വരെ ഊരി തന്നതിന്റെ കണക്ക് ചോദിക്കും ഞാൻ. ഞാനും എന്റെ വീട്ടുകാരും ഇല്ലായിരുന്നെങ്കിൽ തെണ്ടി കുത്തുവാള എടുത്തേനെ അരവിന്ദേട്ടൻ. അന്നു മുതലുള്ള കണക്ക് പറഞ്ഞ് ആ പണത്തിന്റെ പലിശയും പലിശയുടെ പലിശയും കൂട്ടി പറയണോ ഞാൻ? 10 പറക്കണ്ടം പറഞ്ഞ കാശിന് വിറ്റ് എന്റെ അച്ഛൻ കടം തീർത്ത കണക്ക് പറയണോ ഞാൻ? വലിയടത്ത് മേനോന്റെ അറപ്പുരയിൽ ഒളിച്ചു കയറി ഇരുന്ന് ഓർമ്മകളൊന്നും അത്ര പെട്ടെന്ന് മരിക്കരുത്. ഇന്ന് ഞാൻ ആധാരം തിരിച്ചു കൊടുത്ത വേലായുധന്റെ കുടിലിൽ ഒരു രാത്രി നമ്മൾ കിടന്നിട്ടുണ്ട്. അത് ഓർമ്മയുണ്ടോ അരവിന്ദേട്ടാ? കടം തന്നവർ തല്ലാൻ വരുമെന്ന് പേടിച്ച് രാത്രി വീട് വിട്ടിറങ്ങിയപ്പോ അഭയം തന്നത് ആ വേലായുധന്റെ അച്ഛനാ. അന്ന് അവിടുന്ന് കഴിച്ച കഞ്ഞിയും പുഴുക്കുമെങ്കിലും ഉണ്ടാകണം ഓർമ്മയില്. അതല്ലെങ്കിലേ ഗതി പിടിക്കില്ല, നശിക്കും. ഈ പെങ്കൊച്ചിനെ എന്ത് ചെയ്യും? കൂടെ കൊണ്ട് കിടന്നാ നമ്മൾ തട്ടിയെടുത്താന്ന് വിചാരിക്കും. പോലീസിന് ഇടിയും കൊള്ളും. ഇവിടെ കിടന്നുറങ്ങട്ടെ. നേരം വെളുക്കുമ്പോ ആരെ അറിയിക്കാതെ നമുക്ക് പോവാം. ഇവിടെ ആരുമില്ലേ? ആരാ? അതാ ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. നിങ്ങൾ ആരാ? ഒരു നാട്ടിലെ പുതിയ താമസക്കാർ വന്ന അത്യാവശ്യം അയൽവക്കാരെങ്കിലും പരിചയപ്പെടണ്ടേ? അത് നാട്ടുമര്യാദയല്ലേ? ഉണ്ട്, അതറിയാക്കിട്ടല്ല. ഞങ്ങള് പെണ്ണുങ്ങള് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാ. ഇതാരാ? ഇതിന്റെ മോളാ. എന്ന് വെച്ചാ മോളെ പോലെയാ. ആരും ഇല്ലാത്ത കുട്ടിയാ. ഞാനേ ഉള്ളൂ കൂട്ടിന്. കല്യാണം കഴിഞ്ഞാണോ? അതെ, ഭർത്താവ് ഇവിടെ ഇല്ല, വിദേശത്താ. ഈ പറയുന്നൊന്നും അത്ര ശരിയായ പറച്ചിലൊന്നുമല്ല. കണ്ടാക്കൊള്ളാവുന്നൊരു പെണ്ണിനെ കൊണ്ട് വേറെന്തെങ്കിലും ഏർപ്പാടാണോ? പെണ്ണെ അരച്ചുരുട്ടിയ പോലെ ഇരിക്കുന്നേ. എന്ത് കാണാൻ നിക്കുവാടി? കേറി പൊടിയോത്ത്. സാറിന് എന്താ അറിയേണ്ടത്? എന്റെ മോളെ കുറിച്ച് ഇനി ഒരു അക്ഷരം പറഞ്ഞ
അടിച്ചു പല്ല് തെറിപ്പിക്കും ഞാൻ. പഴയ വാറ്റുകാരി അമ്മിണിയാ ഞാൻ. തനി സ്വഭാവം പുറത്തെടുത്ത ഉടുമുണ്ടേ പെടുക്കും നീ. പേടിപ്പിക്കുകയാണോ? അതേടാ, അമ്മിണിയോട് മുട്ടിയാൽ ചെകളെ തേമ്പി അടിച്ച് ഭിത്തിയിൽ വാരി ഒട്ടിക്കും ഞാൻ. ഇവിടെ സ്ഥിരം ഒരുത്തം വന്നു പോക്കുണ്ടല്ലോ, അതറിഞ്ഞിട്ടാ ഞങ്ങൾ വന്നേ. അത് ഞാനാ, ലോനപ്പൻ, പോലീസ് കോൺസ്റ്റബിളാ. ഇവിടുത്തെ കുട്ടിയുടെ സെക്യൂരിറ്റി ആയിട്ട് SP ഓഫീസിൽ നിന്ന് നേരിട്ട് നിയമിച്ചിരിക്കുന്നതാ. മനസ്സിലായില്ലേ? നിങ്ങളെപ്പോലുള്ളവന്മാരെ പഠിക്കാത്ത കയറ്റാതിരിക്കാൻ വേണ്ടിയാ സർക്കാർ എനിക്കിപ്പോ ശമ്പളം തരുന്നേ. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല സാറേ. നിക്ക്, അങ്ങനെ അങ്ങ് പോയാലോ? സ്ത്രീകൾ താമസിക്കുന്ന ഒരു വീട്ടില് രാത്രി അസമയത്ത് വന്നു കയറി ഭീഷണിപ്പെടുത്തിയതിന് സമാധാനം പറഞ്ഞിട്ട് പോയാ മതി. അതിന് അസഭ്യമൊന്നും പറഞ്ഞില്ല. പറഞ്ഞു, ഇവൻ പറഞ്ഞു. സ്ത്രീകളോട് മര്യാദയോട് പറഞ്ഞ ഇവൻ ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ വെക്കോ. ഇവന്റെ പേരിൽ ഞാൻ കേസ് ചാർജ് ചെയ്തോളാം. ക്ഷമിക്കണം, അബദ്ധം പറ്റിയതാ. വീട്ടിലെ അമ്മയും പെങ്ങളും ഭാര്യയും മക്കളും ഒക്കെ ഇല്ലേ? ഉണ്ട്. അപ്പൊ സ്ത്രീകളോടുള്ള പെരുമാറ്റം മാന്യമായിരിക്കണം. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. മനസ്സിലായോ? എന്നാ പോ. മാധവാ, എനിക്ക് തന്നെ അറിയാം. PIF സമര സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുമ്പോ സമരക്കാർക്ക് നേരെ കല്ലെറിഞ്ഞ നിന്നെ ഊമ്പ് നോക്കി ഇടിച്ചിട്ടുണ്ട് ഞാൻ. പിറ്റേ ദിവസം പത്രത്തിലെല്ലാം പോലീസ് മർദ്ദനമെന്ന വാർത്ത വന്നപ്പോ ഫോട്ടോ അതായിരുന്നു. അതാ ഈ മുഖവും പേരും ഞാൻ മറക്കാത്തത്. എനിക്കിപ്പോ മനസ്സിലായി. എന്നാ പോ. എങ്ങനെയുണ്ട്? ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ഞാൻ ആരാണെന്ന് ഇയാൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓ, എന്തൊരു വൃത്തികെട്ട നാക്കാ നിങ്ങളുടെ. എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ? നാക്കു മാത്രമല്ല, എന്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞ ആടിച്ചു കൊല്ലി ഞാൻ പൈലുകളെ. ഇവന്മാര് പോയത് നന്നായി, അല്ലെങ്കിൽ പോലീസിന് എന്നെ അവമാനമായതിന്. മനോജ്, എന്താ? ഗീതുമോളെന്ന് ഇറങ്ങി വാ, എനിക്ക് പറ്റില്ല, എനിക്ക് കാണണ്ട. എനിക്ക് കണ്ടേ പറ്റൂ, സംസാരിച്ചേ പറ്റൂ. ഇറങ്ങി വാ. 5 മിനിറ്റ് ഞാനിവിടെ കാത്തു നിൽക്കും. വന്നില്ലെങ്കിൽ ഞാൻ വീട്ടിനടുത്തോട്ട് കയറി വരും.
എന്താ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലേ? ഇല്ല, സമ്മതിക്കില്ല. എന്റെ പെണ്ണാ നീ. നീ എവിടെ പോയാലും കൂടെ ഞാൻ കാണും. വെറുതെ വിഡ്ഢിത്തം പറയില്ലേ മനോജെ. എനിക്ക് നിന്നോട് പ്രേമമൊന്നും ഇല്ല. കള്ളം പറയില്ലേ ഗീതമോളെ. എത്ര രാത്രികളാ നമ്മൾ ഒരുമിച്ച്. അതൊക്കെ എനിക്കൊരു തമാശയായിരുന്നു. അതുകൊണ്ട് മനോജനൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. എന്നെ പോലൊരു പെണ്ണിനെ കിട്ടിയതും പോരാഞ്ഞ് ഇപ്പൊ വാശി പിടിക്കുന്നു. എനിക്ക് കാണാതിരിക്കാൻ വയ്യ ഗീതമോളെ. അത്രയ്ക്ക് സ്നേഹിച്ചു പോയി ഞാൻ. വെറുതെ ഓരോന്ന് പറയരുത്. നമുക്ക് വേണമെങ്കിൽ ഇനിയും രഹസ്യമായിട്ട് കാണാം. അല്ലാതെ നിന്റെ കൂടൊന്നും ജീവിക്കാൻ എന്നെ കിട്ടില്ല. നീ ഗർഭിണിയല്ലേ ഗീതമോളെ, എനിക്കറിയാം. എന്റെ കുഞ്ഞല്ലേ. അതിനെ നശിപ്പിക്കാൻ കഴിയാത്തതിന്റെ കഷ്ടപ്പാടില്ല ഞാൻ. ദയവേത് എന്നെ ശല്യം ചെയ്യാതെ പോകാവൂ. പോവില്ല, നീ എന്റെ ജീവനാ. പോവില്ലെന്ന് പറഞ്ഞില്ല ഞാൻ. അയ്യോ, ആരും അറിഞ്ഞു? ഞാൻ ഇനിയും വരും. എനിക്ക് നിന്നെയും കുഞ്ഞിനെയും കിട്ടിയേ പറ്റൂ. ആരാത്? ഞാനല്ലേ? അല്ലല്ലോ, വേറെ ആരോ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, വേറെ ആരുമല്ല. ഇവിടുന്ന് ആരോ ഒരാളങ്ങ് മറഞ്ഞു. ഇല്ല, ഈ ആന്റിക്ക് വെറുതെ തോന്നുന്നതാ. എന്താ, എന്തു പറ്റി? എന്തോ ശബ്ദം കേട്ട് ഞാൻ ഹാളിലേക്ക് വന്നപ്പോ പുറത്ത് വാതിൽ തുറന്നു കിടക്കുന്നു. എനിക്ക് സംശയം തോന്നി നോക്കിയപ്പോ ഇവള് പുറത്ത് വന്ന് നിൽക്കുന്നു. പിന്നെ വേറെ ആരോ ഒരാൾ കൂടി പുറത്തേക്ക് പോകുന്നത് പോലെ തോന്നി. ഈ ആന്റിക്ക് ഇത് എന്താ? ഇവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ എന്തിനാ ഈ രാത്രിയിൽ പുറത്തിറങ്ങുന്നത്? അത് പിന്നെ അകത്ത് ഭയങ്കര ചൂട്, അതുകൊണ്ടാ. നിനക്ക് മാത്രമായിട്ടെന്താ, വേറെ ആർക്കില്ലാത്തൊരു ചൂട്? അത് കൊള്ളാം. മനുഷ്യന് ചൂടെടുത്താ പുറത്തിറങ്ങി നിൽക്കണ്ടേ? ഇതെന്തൊരു കഷ്ട. എന്തോ ഒരു കള്ളത്തരമുണ്ട്. നിനക്ക് വെറുതെ തോന്നുന്ന പാവം. പാവോ? ഇവളോ? പഠിച്ച കള്ളിയാ. ആരെങ്കിലും വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് അവളോടുള്ള ദേഷ്യം കൊണ്ട് തോന്നുന്നതാ. വന്ന് കിടക്കാൻ നോക്ക്. ആരോ വന്ന് കാണും അല്ലേ? ചിലപ്പോ തോന്നിയതാണെങ്കിലും. വിളിക്കണ്ട, കിടക്കട്ടെ, നമുക്ക് വാ. എഴുന്നേറ്റ് കഴിയുമ്പോ നമ്മളെ കാണാതെ എങ്ങോട്ടെങ്കിലും ഓടിപ്പൊക്കോളും. വാ മക്കള് വാ. സിദ്ധു, സിദ്ധു. എന്താ? ദേ, കുട്ടിയുടെ ഫോട്ടോ ഉണ്ട് പത്രത്തില്. കാണുവാനില്ലെന്നും പറഞ്ഞു. ആരെങ്കിലും കണ്ട് തിരിച്ചറിഞ്ഞേക്കും അല്ലേ സിദ്ധു? ഒരു പ്രതീക്ഷയത്. ഭാഗ്യമുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടേക്കും. ഭൂരിഭാഗം ആളുകളും രാവിലെ പത്രം വായിക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കുന്നതല്ലാതെ പിന്നെ ഈ കാണുന്ന ഫോട്ടോകളൊക്കെ മറക്കും. എന്ന് തീർത്തു പറയാൻ പറ്റില്ല. ചില പർട്ടിക്കുലർ ഫേസസ് ഒന്ന് കണ്ടാ മതി. പിന്നെ ആ മുഖത്തോട് സാദൃശ്യം തോന്നുന്ന ഏതെങ്കിലും മുഖം കണ്ടാൽ പെട്ടെന്ന് ഓർമ്മ വരും. അങ്ങനെ കാണാതായ എത്രയോ പേരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാണാതായിട്ട് ഇത്രയും ദിവസമായില്ലേ എടുത്തി? എന്താ സംഭവിച്ചെന്നറിയില്ലല്ലോ. ഞാനും അത് ആലോചിച്ചിരുന്നു. വിഷമിക്കുമല്ലോ എന്ന് കരുതി പറയാതിരുന്നതാ. എന്തെങ്കിലും സംഭവിച്ചു പോയോ എന്നുകൂടി അന്വേഷിക്കണം. ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് ആർക്കെന്ത് നേട്ടം? എന്ത് നേട്ടത്തിനാ? ആരപ്പവന്റെ ഒരു മാലയ്ക്ക് വേണ്ടി വരെ കൊലപാതകം നടക്കുന്ന നാടാ. എത്ര കുട്ടികളാ ബ്രൂട്ടലായ ആക്രമണത്തിന് ഇരയാവുന്നേ? അതൊന്നും കേൾക്കാനുള്ള ശക്തിയില്ല എനിക്ക്. അംബികയുടെ കാര്യം ഓർക്കുമ്പോഴാ കൂടുതൽ വിഷമം. ആകെ അവളുടെ പ്രതീക്ഷ ഗോപമോളാ. എന്തെങ്കിലും അവിവേകം കാണിക്കുമെന്ന് എന്റെ പേടി.
നീ ഇങ്ങനെ പട്ടിണി കിടന്നതുകൊണ്ടും കരഞ്ഞതുകൊണ്ടും വല്ല കാര്യമുണ്ടോ മോളെ? പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ഇപ്പതേ പത്രത്തിൽ വന്നു. എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. എന്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു രൂപവും കിട്ടുന്നില്ല അമ്മ. എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ തോന്നുന്നു എനിക്ക്. എന്റെ മോളെ കണ്ടു കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. സത്യം. നീ മരിച്ച കുഞ്ഞിനെ തിരിച്ചു കിട്ടൂ? മോളില്ലാതെ ഞാൻ എന്തിനാ അമ്മ ജീവിക്കുന്നത്? പിന്നെ എനിക്ക് ആരാ ഉള്ളത്? നീ കരയാതിരിക്കേ. ഗോപിക മോക്ക് ഒന്നും സംഭവിക്കില്ല. ദൈവം അങ്ങനെ ശിക്ഷിക്കില്ല നമ്മളെ. ഇത് മോക്ക് നന്നായി ചേരും. ഇതും കൂടി എടുക്കാം. വേണ്ട അമ്മണിയമ്മേ, ഇപ്പൊ 2 ചുരിദാർ എടുത്തില്ലേ, അത് മതി. ഇത് സാറ് തന്ന കാശ് കൊണ്ട് എടുത്തതാ. ഇത് അമ്മണിയമ്മയുടെ വക. വേണ്ട, അമ്മണിയമ്മയുടെ കയ്യിൽ ഒരുപാട് കാശൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. ഉള്ളത് വെറുതെ ചെലവാക്കി കളയണ്ട. എനിക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കാൻ വേറെ ആരും ഇല്ലാഞ്ഞിട്ടാ. എന്ത് വേണം സാർ? ഒരു ഷർട്ട് വേണം, 42 സൈസ്. ഏത് ടൈപ്പ് ഷർട്ടാ വേണ്ടേ? കണ്ട ഒരു പാവത്തെ പോലെ തോന്നണം. ഏത് ഷർട്ടോ? എല്ലാ ഷർട്ടും പാവങ്ങളാ. ആക്കല്ലേ, ഞാനിത് കുറെ കണ്ടിട്ടുള്ളതാ. സാറിന് ഏത് മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞാൽ മതി. എടോ, നമ്മളൊരു മാന്യനാണെന്ന് തോന്നത്തക്ക തരത്തിലുള്ള ഷർട്ട് ഇല്ലേ, അത്. അതിന് ഷർട്ട് മാത്രം പോരല്ലോ സാറേ. പിന്നെ ഒന്നുമില്ല. മനസ്സിലായി. തനിക്ക് എന്നെ അറിയാലേ? കണ്ടിട്ടുണ്ട്, ടൗണിൽ വെച്ച് തല്ലു കൂടുന്നത്. ആ ഇമേജ് ഒന്ന് മാറ്റിയെടുക്കാനാ എക്സിക്യൂട്ടീവ് ഷർട്ട് തരാൻ പറഞ്ഞത്. എന്നാ ഇതൊക്കെ ഒന്ന് നോക്ക്.